മാരീചൻ സ്വർണ്ണ നിറമുള്ള മനോഹരമായ ഒരു മാനായി രൂപാന്തരപ്പെട്ട് രാമന്റെ ആശ്രമത്തിന് സമീപമെത്തി. സീത ആശ്രമത്തിൽ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാനിനെ കണ്ടു. അതിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ സീത രാമനോട് ആ മാനിനെ പിടിച്ചുകൊണ്ടുവരാൻ അഭ്യർത്ഥിച്ചു. മാൻ മായാണെന്ന് ലക്ഷ്മണൻ രാമനെ ഓർമ്മിപ്പിച്ചെങ്കിലും സീതയുടെ ആഗ്രഹം സഫലമാക്കാൻ രാമൻ മാനിനെ പിന്തുടർന്നു. അവസാനം മാനിനെ അമ്പെയ്തു വീഴ്ത്തി. അപ്പോൾ മാരീചൻ രാമന്റെ ശബ്ദത്തിൽ ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് നിലവിളിച്ചു. ഈ ശബ്ദം കേട്ട് സീത പരിഭ്രാന്തയായി. രാമൻ ആപത്ത് പറ്റിയെന്ന് ഭയന്ന് സീത ലക്ഷ്മണനോട് രാമന്റെ അടുത്തേക്ക് പോകാൻ നിർബന്ധിച്ചു. എന്നാൽ രാമന്റെ നിർദ്ദേശപ്രകാരം സീതയെ തനിച്ചാക്കി പോകാൻ ലക്ഷ്മണൻ വിസമ്മതിച്ചു. രാമൻ ഒരു ആപത്തും വരില്ലെന്നും ഇതൊരു മായാണെന്നും ലക്ഷ്മണൻ സീതയെ ആശ്വസിപ്പിച്ചു. എന്നിട്ടും സീത ശാന്തയായില്ല. ലക്ഷ്മണൻ രാമനെ സഹായിക്കാൻ പോകാത്തത് സീതയെ മോഹിച്ച് അവളെ സ്വന്തമാക്കാനാണെന്ന് സീത കഠിനമായി സംസാരിച്ചു. സീതയുടെ നിർബന്ധവും കടുത്ത വാക്കുകളും കാരണം ലക്ഷ്മണൻ രാമനെ തേടിപ്പോയി. പോകുന്നതിനു മുൻപ് ലക്ഷ്മണൻ ഒരു ലക്ഷ്മണരേഖ വരച്ച് അതിനപ്പുറം കടക്കരുതെന്ന് സീതയോട് പറഞ്ഞു. ഇതാണ് മാരീച നിഗ്രഹത്തിന്റെ കഥ. ഈ സംഭവത്തിന് തൊട്ടുപിന്നാലെയാണ് രാവണൻ സന്യാസിയുടെ വേഷത്തിൽ വന്ന് സീതയെ അപഹരിക്കുന്നത്.